ശ്രീ എസ് സജീവൻ, നാളെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമുണ്ട്. അതിലപ്പുറം എന്ത് ചെയ്യാനാകുമെന്ന് ആലോചിക്കുന്നുണ്ടോ? കാരണം നാളത്തെ ഒരു സമര ദിവസം ഇതിൽ നിന്നും BLOമാർ വിട്ടുനിന്നാൽ അതിനടുത്ത ദിവസം അതിലും വലിയ ജോലിഭാരമാണ് അവരെ കാത്തിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഈ ജോലികളിൽ വീഴ്ച വരുത്തുന്നവരുടെ പേരിൽ ക്രിമിനൽ കേസ് എടുക്കും എന്നാണ് ഭീഷണി വന്നിട്ടുള്ളത്. അതൊന്നും ഞങ്ങൾ വകവയ്ക്കുന്നില്ല. ഇനി ഒരു BLOയ്ക്കും ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വരരുത് എന്നത് കേരളത്തിലെ സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞങ്ങൾ നാളെ യോജിച്ച പ്രക്ഷോഭത്തിലാണ്. പ്രത്യേകിച്ച് NGO യൂണിയനും ജോയിൻറ്റ് കൗൺസിലും ഉൾപ്പെടുന്ന 2 സമരസമിതികൾ സംയുക്തമായും, അതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് NGO അസോസിയേഷൻ ഒറ്റയ്ക്കും നാളെ സമരം ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് സമരം ചെയ്യുന്നത് സംബന്ധിച്ച് നാളെ ഞങ്ങൾ എല്ലാ സംഘടനകളും ചർച്ച ചെയ്യും. ഇത് തുടർ പ്രക്ഷോഭമായി തന്നെ, ഇത് മാറ്റിവെക്കുന്നത് വരെ ഇതിൻ്റെ പ്രക്ഷോഭ രംഗത്ത് ഞങ്ങൾ തുടരും. ഞങ്ങളിത് ചെയ്യില്ല എന്നല്ല ഞങ്ങൾ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഇതും ഒന്നിച്ച് ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആവശ്യമായ സമയം മനുഷ്യസാധ്യമായ തരത്തിൽ ഇത് ചെയ്യണം. ഒരു BLO എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ഫോറം ചുമന്നുകൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു BLOയ്ക്ക് ഒരു അസിസ്റ്റൻ്റ് ഉണ്ടാവണം. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകണം, ആവശ്യമായ സമയം നൽകണം. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്ക് അവയർനെസ് നൽകണം. ഇപ്പോൾ തന്നെ ഒരു മാറ്റം വന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും റെസിഡൻസ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ അവിടെ വന്ന് ഫോം വാങ്ങിക്കൊണ്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭീഷണിപ്പെടുത്തി അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ ജീവനക്കാരെ, താഴെ തട്ടിലുള്ള ജീവനക്കാരെയാണ് ഇതിന് നിയോഗിച്ചിട്ടുള്ളത്, അവരെ ഭീഷണിപ്പെടുത്തി ഇത്തരം ജോലികൾ ചെയ്യിപ്പിക്കാം എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കരുതുന്നതെങ്കിൽ, ശ്രീ ജ്ഞാനേഷ് കുമാർ കേരളത്തിലെ കേഡറിലെ IAS ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ അപ്രായോഗികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ അതുമായി മുന്നോട്ട് പോകാനും സഹകരിക്കാനും ഞങ്ങൾ തയ്യാറല്ല. പ്രായോഗികമായി ഞങ്ങളുമായി കൂടെ ചർച്ച നടത്തിക്കൊണ്ട് ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ചർച്ച നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നിയമപരമായ നടപടിയിലൂടെ ഞങ്ങൾ ഇതിനെ ചെറുക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതായത് കോടതിയെ സമീപിക്കും, വേണ്ടി വന്നാൽ കോടതിയെ സമീപിക്കും, മറ്റ് നിയമമാർഗങ്ങൾ സമീപിക്കും. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർമാരെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവർക്ക് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം അവരുടെ ഭാവി സർവീസിന്. അത് ബ്ലാക്ക് മാർക്ക് ചെയ്യും എന്നാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി വന്ന ഉദ്യോഗസ്ഥർ കേരളത്തിലെ കളക്ടർമാരെ ഭീഷണിപ്പെടുത്തിയത്. കേരളത്തിലെ കളക്ടർമാർ സ്വാഭാവികമായും ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരായ ആളുകളാണ്, പുതിയതായി IAS കിട്ടി വന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാവിയുള്ളതാണ്. സ്വാഭാവികമായും അവർ ആ സമ്മർദ്ദം താഴേക്ക് പകർന്നു നൽകും. ആ സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയാതെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ബലിയാടായത്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്നലെ ഞങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ കത്തയച്ചു. പക്ഷേ അവരൊന്നും ഇത് ചെവിക്കൊള്ളാൻ തയ്യാറല്ല. മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ ഇവിടെയും എന്തും അടിച്ചേൽപ്പിച്ച് കളയാം എന്നാണ് ഇവർ ധരിക്കുന്നത്. അത് നമ്മൾ വകവെച്ചു കൊടുക്കാൻ പോകുന്നില്ല. നിയമപരമായും അല്ലാതെയും സംഘടനാപരമായും ഞങ്ങൾ യോജിച്ച് തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്ത് വന്നാലും ചെറുക്കുക എന്ന തരത്തിൽ തന്നെ ഞങ്ങൾ പോകും. BLOമാരോടൊപ്പം കേരളത്തിലെ സർവീസ് സംഘടനകളെല്ലാം ഉണ്ട്. അവർക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കുവാനും ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ അല്ല നമ്മുടെ മുന്നിലുള്ള വഴി. നമുക്ക് പോരാട്ടത്തിൻ്റെ നിയമപരമായും അല്ലാതെയുമുള്ള പോരാട്ടത്തിൻ്റെ വഴികളുണ്ട്. അതിന് കേരളത്തിലെ സർവീസ് സംഘടനകൾ അവരോടൊപ്പം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.